ഹലോ ഗൈസ്, ഇന്നൊരു റൂം മേക്ക് ഓവറാണ് ചെയ്യുന്നത്. അതിന് ഞാൻ കുറച്ച് ഫ്ലേവേഴ്സ് ക്രോഷ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര പാടാണ്, പറയുന്ന പോലൊന്നുമല്ല, ഇഷ്ടംപോലെ ഇനി ഉണ്ടാക്കണം കേട്ടോ. ഇത് ഞാൻ കുറേ നേരം കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ്. 8:40 കൂടി ഇതുവരെ തീർന്നിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഒരു 3 ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് കണ്ണ് വരെ അങ്ങ് വേദനിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കല്ലേ, പിന്നെ ഹാർഡ് വർക്ക് പ്ലസ് ക്യാൻ ടു കീ ടു സക്സസ് എന്ന് പറയുന്ന പോലെ ഞാൻ ഇതങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോൾ നോക്കിയാലും ഞാൻ കണ്ണാടി വയ്ക്കാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി ഊരി വയ്ക്കും, ഇടയ്ക്ക് കണ്ണാടി വയ്ക്കും. എനിക്ക് ചിലപ്പോൾ തലവേദന എടുക്കും, ചിലപ്പോൾ തലവേദന എടുക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. ചിലപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഐ പ്രോബ്ലം ഉണ്ട്. എനിക്ക് നല്ല രീതിക്ക് തലവേദന എടുക്കും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക്. കണ്ടില്ലേ, കുറച്ച് കണ്ണിൽ ചൊറിഞ്ഞ് എന്തെങ്കിലും പോലെയാകും. ആ സ്പെക്സ് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെക്കത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വെക്കും, ഇടയ്ക്കിടയ്ക്ക് ഒരു വയ്ക്കുവേ. ഇത് നമ്മൾ ചെയ്യുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, ചേച്ചി ഇത് വരുന്നതേ ഉള്ളൂ. കാണുന്ന ഫ്ലവർ പോലൊന്നും തോന്നില്ല. സ്റ്റിച്ച് ചെയ്യണം. ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പകരം എല്ലാം അങ്ങനെ ആക്കിയിട്ടേക്കുവാണേ. ഇത് ഫുൾ നല്ല രസമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ കുറേ ഹാർഡ് വർക്ക് വേണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഓരോ വീഡിയോയും കണ്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു ക്രോഷിയുടെ. ഈ ചാനലാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ കടൽ ക്ലൗഡ് കണ്ട്, പിന്നെ ഞാൻ ക്രോഷിയുടെ ഡ്രസ്സ് കണ്ട്, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്കും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ രീതി വരുന്നത്. അങ്ങനെ 2 ടൈപ്പാണ് ഉണ്ടാക്കിയത്. ഒരു യെല്ലോ കളറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ഇതിൻ്റെ പാർട്ട് 2 ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.